അടുത്ത നിമിഷം അതിലേക്കൊരു മെസ്സേജ് വന്നു. നിന്റെ ആദിയുടെ മരണം ഇതുപോലെയായിരിക്കും. നിനക്ക് ചാവണ്ടെങ്കിൽ അവനുമായുള്ള എല്ലാ ബന്ധവും ഇന്ന് ഈ നിമിഷം അവസാനിപ്പിക്കണം. വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ ജീവൻ എന്നതിലുപരി അവൾ ആലോചിച്ചത് ആദിക്ക് നേരെ അവർ ഉയർത്തിയ ഭീഷണിയായിരുന്നു. വൈശാലിയെ തിരക്കി മഹിയും നിഹയും വന്നപ്പോഴേക്കും കണ്ടത് അവളുടെ പേടി നിറഞ്ഞ മുഖമായിരുന്നു. വൈശു, എന്താടാ, എന്തു പറ്റി? നിഹ, ദേ, എനിക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടതും തൊട്ടു പിന്നാലെ ഒരു മെസ്സേജും. അവൾ പേടി നിറഞ്ഞ സ്വരത്തോടെ അവർക്ക് അതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് അവരുടെ മനസ്സിനെയും ഒന്ന് ഉലച്ചു. എങ്കിലും അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം നിഹ പറഞ്ഞു, ഡി, ചിലപ്പോൾ ആർദ്ര സാർ കൊണ്ടുവച്ചതാകും നിന്നെ ഒന്ന് പറ്റിക്കാൻ. എന്തായാലും നീ ആളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, അപ്പോൾ അറിയാലോ. നിഹ പറഞ്ഞതിനോട് മഹിയും യോജിച്ചു. അവൾ അപ്പോൾ തന്നെ ആദ്യം വിളിക്കാൻ ഫോൺ എടുത്തു. അവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ അവൾ നെഞ്ചെടുപ്പോടെ കാത്തുനിന്നു. അല്പം കഴിഞ്ഞതും അവൻ ഫോൺ എടുത്തു. എന്താ വൈശു? ആദ്യേട്ടാ, ഏട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്താ വൈശു? അവൻ ചോദിച്ചതും അവൾ നടന്നത് മുഴുവൻ അവനോട് പറഞ്ഞു. ശേഷം ഒക്കെയും കേട്ട് നിന്നിട്ട് അവൻ അവളോട് പറഞ്ഞു, നീ ആ മൊബൈൽ ഫോൺ അവിടെ വെച്ചേക്ക്, ഞാൻ നാളെ വന്നെടുത്തോളാം. പിന്നെ അതിലെ മെസ്സേജ് ഒന്നും ഇനി അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. അവളുടെ ചെന്നൈയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി അവളുടെ മാറിൽ കിടന്ന സാരി തലപ്പിൻ്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിക്കാൻ തുടങ്ങി. വൈശാലിയുടെ പേടി അകറ്റാൻ എന്നോണം മഹിയും നിഹയും കൂടി അവളോട് കൂടുതൽ നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നു. ഇതേ സമയം ആദിയുടെ ചിന്തകൾ കാടുകയറി. ആരാവോ അത്? തനിക്ക് നേരെ ലക്ഷ്യം വെക്കാൻ അവർ എന്തിനാകും വൈശാലിയെ തിരഞ്ഞെടുത്തത്? അവൻ കണ്ണുകളിലേക്ക് വീണുകിടന്ന നീളൻ മുടിയിഴകൾ പിന്നിലേക്ക് വലിച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി. ഒരു പക്ഷേ ആരെങ്കിലും തന്നെ വട്ടുകളിപ്പിക്കുന്നതാകും, അവൻ സ്വയം ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവനെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഒരു അൺനോൺ നമ്പറിൽ നിന്നുമായിരുന്നു ആ കോൾ. ACP ആർദ്ര ഹിയർ. ഹോ, എന്നെ ഗമയാന്ന് നോക്കണേ, സാറിൻ്റെ പേരിന് തന്നെ. കോരിത്തെറിച്ച് പോകുമല്ലോ. പരിഹാസരൂപേണെ ഒരുവൻ പറഞ്ഞു നിർത്തി. ആരാടാ നീ? ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വാടാ, പന്ന മോനെ. ഹോ, കൂൾ മാൻ. ഇങ്ങനെ എന്നെ കാണാൻ ധൃതി കൂട്ടല്ലേ മോനെ, ഞാൻ വരുന്നുണ്ട്. പക്ഷെ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ നിന്റെ ഉറ്റവരും ഉടയവരും എല്ലാം കൂടും. അതുവരെ അവരുമായി ഒന്ന് സന്തോഷിക്കുന്നേ. എങ്ങനെ എൻ്റെ കുടുംബം തകർത്തോ അതുപോലെ നിന്റെ കുടുംബം, നിന്റെ സന്തോഷം എല്ലാം ഞാൻ തകർക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുരൻ്റെ പെണ്ണിനും കിട്ടും എൻ്റെ വക ചില സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, ഇന്ന് ഞാൻ കൊടുത്തതുപോലുള്ളത്. യു ബാസ്റ്റഡ്. ആദ്യം എന്തെങ്കിലും പറയും മുമ്പ് അവൻ ഫോൺ കട്ടാക്കിയിരുന്നു. ആദ്യ പെട്ടെന്ന് തന്നെ വൈശാലിയുടെ വീട്ടിലേക്ക് പോയി. ഇനിയും താമസിച്ചാൽ ഒരുപക്ഷെ. പെട്ടെന്നുള്ള ആദിയുടെ വരവ് കണ്ട് വൈശാലി ഒന്ന് പേടിച്ചു. എന്താ ആദ്യേട്ടാ പെട്ടെന്ന്? ഒന്നുമില്ലടി, നീ ആ മൊബൈൽ ഫോൺ ഇങ്ങ് തന്നേ. മുറിയിലാണ് ആദ്യേട്ടാ, ഞാൻ എടുത്തിട്ട് വരാം. അവൾ മുറിയിലേക്ക് പോയതും ഒപ്പം അവളിൽ നിന്നും ഒരടി അകലം പാലിച്ച് അവനും നടന്നു. തൻ്റെ മേശവലിപ്പിൽ നിന്നും അവൾ ഫോൺ കയ്യിലെടുത്തു. ആദിയുടെ അടുത്തേക്ക് പോകാനായി തിരിഞ്ഞതും അവൻ്റെ വിരിഞ്ഞ മാറിൽ തട്ടി അവൾ നിന്നു. തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന വൈശാലിയിൽ നിന്നും ഉയരുന്ന മാദക ഗന്ധം അവനെ മറ്റൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. അവളുടെ നീളൻ മുടിയിഴകൾ മുന്നിലേക്ക് വീണു. ധാവണിയുടെ ഇടയിലൂടെ അവളുടെ അണിവയർ അനവൃതമായി കാണാൻ അവന് കഴിഞ്ഞു. ആദിയിൽ ഉടലെടുത്ത മാറ്റം ഒരാശങ്കയോടെ നോക്കി കാണുകയായിരുന്നു വൈശാലി. അവനിൽ നിന്നും പതിയെ ഉൾവലിഞ്ഞതും 10 മടങ്ങ് ശക്തിയോടെ ആദ്യ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ആദ്യേട്ടാ, ഒരു വിറയലോടെ അവൾ അവനെ വിളിച്ചു. അവൻ്റെ വിരല് അവളുടെ അതരത്തെ പൊതിഞ്ഞു. അവളുടെ പാവാടയിൽ തിരികെ വെച്ചിരുന്ന ധാവണി തുമ്പവൻ പതിയെ അവളിൽ നിന്നും അകത്തി മാറ്റി. അവളുടെ അനവൃതമായ വയറിലേക്ക് അവൻ തൻ്റെ കൈകൾ ഉറപ്പിച്ചു. അവ പതിയെ അവളുടെ അരയിലേക്ക് ഇഴുതിയിറങ്ങി. പാവാടയ്ക്കുള്ളിൽ അവൾ ഒളിപ്പിച്ചിട്ട പൊന്നരഞ്ഞാണം അവൻ പതിയെ പുറത്തെടുത്തു. ഒരു വിറയലോടെ വൈശാലി തൻ്റെ കണ്ണുകൾ അടച്ചു. അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ കോർത്തു പിടിച്ചു. അവളിൽ മാറി മറയുന്ന ഭാവങ്ങൾ അവനിലെ പുരുഷനെ വിളിച്ചുണർത്തുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. ഒരു പിടച്ചിലൂടെ വൈശാലി തൻ്റെ കണ്ണുകൾ തുറന്നു. ആദ്യേട്ടാ വിട്, ആരെങ്കിലും കാണും. അവനെ പതിയെ തള്ളി മാറ്റിക്കൊണ്ട് വൈശാലി പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി. വൈശു, ലവ് യു. അവളുടെ കണ്ണുകളിൽ നോക്കി ആദി പറഞ്ഞു. അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു, ലവ് യു ടു. അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. അവളിലേക്ക് എത്തുന്ന നിമിഷം അവനെ തന്നെ പോലും നഷ്ടമാകുന്ന പ്രതീതിയായിരുന്നു.
തിരികെ പോകാൻ നേരം അവൻ ഓർത്തത് മുഴുവൻ തൻ്റെ പെണ്ണുമായുള്ള മധുരമൂർന്ന നിമിഷങ്ങളായിരുന്നു. ഇനിയും 1000 ജന്മം ആ നിമിഷത്തിൽ തന്നെ ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു. ആ നിമിഷം അവനെ കടന്നുപോയ ഇളം തെന്നലിന് പോലും അവളുടെ ഗന്ധമാണെന്ന് അവന് തോന്നി. നിലയ്ക്കാതെ ഒഴുകുമേ പ്രവാഹത്തിന് നേർത്ത ഇതളായി അലയുമേ ഞാൻ, കാറ്റിന് തലോടൽ പൂവിടവേ ഞാൻ അറിയുമേ പ്രവാഹത്തിന് വേഗം, പുഴയോളങ്ങൾ നെഞ്ചോട് ചേർന്നൊരു നോവിന് അലകൾ മെനയവേ അലിയുമേ നനവിന് തിരകൾ, പകരുമൻ മോഹത്തിന് സാന്ത്വനം, അലയുമൻ ഹൃദയ താളുകൾ ഇന്നൊരു പുഴയായി ആർത്തൊഴുകവേ നേർത്തൊരു നോവിന് ചില്ലയിൽ പിടയുമൻ മോഹത്തിനലകൾ, അനുഭവ ചാലുകളിൽ പുഴയായി ഒഴുകുമേ നൊമ്പര അലകൾ തേടുന്നു, അനന്തമേ ലോകത്തിന് അതിരുകൾ ഭേദിക്കുമേ നന്മതൻ കടലിൽ കടപ്പാട്. അവൻ അവിടെ നിന്നും നേരെ പോയത് സൈബർ സെല്ലിലേക്കായിരുന്നു. അവിടെ ചെന്ന് അവന് വന്ന മൊബൈൽ നമ്പർ ആരുടെ പേരിലാണെന്നും വൈശാലിക്ക് നൽകിയ മൊബൈലിൽ മെസ്സേജ് വന്ന നമ്പർ ആരുടെ ആണെന്നും അവൻ അന്വേഷിച്ചു. ആദ്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു നടന്നതും. 2 നമ്പറും ആദിയുടെ പേരിൽ എടുത്തതായിരുന്നു. അവനെ വിളിച്ച നമ്പറിൻ്റെ ലൊക്കേഷൻ ദീക്ഷിത് പാലസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ആദ്യ തൻ്റെ ദേഷ്യം മുഴുവനും കൈകളിൽ ആവാഹിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ്റെ മൊബൈൽ വീണ്ടും ശബ്ദിച്ചു. മറുഭാഗത്ത് ആരാകും എന്നവൻ ഉറപ്പായിരുന്നു. ആർദ്ര ദീക്ഷിത്, എന്തിനാ എൻ്റെ പിന്നാലെ അലയുന്നത്? ഞാൻ വിചാരിക്കാതെ നിനക്കെന്നെ കാണാൻ കഴിയില്ല, പക്ഷെ ഉടനെ നിന്നെ ഞാൻ കാണാൻ വരും. നിന്റെ മരണം അത് എൻ്റെ കൈകൾ കൊണ്ടാകും. നമ്മുടെ 2 ആളുടെയും പ്രതികരണത്തിനിടയിൽ നിന്റെ വൈശാലിയോ നിന്റെ ഫാമിലിയോ കരുവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ നിന്റെ എല്ലാ ബന്ധവും അവളിൽ നിന്നും നിന്റെ ഫാമിലിയിൽ നിന്നും അവസാനിപ്പിക്കുന്നതാകും നല്ലത്. അല്ലെങ്കിൽ നിന്റെ മരണത്തിന് മുമ്പ് അവരിൽ ഓരോരുത്തരും ഇഞ്ചിഞ്ചായി മരിക്കുന്നത് നീ കാണേണ്ടി വരും. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആദ്യ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഹ, നീ എന്ത് പൊട്ടനാടാ? ഒന്നല്ലെങ്കിലും ഞാനൊരു പോലീസല്ലേ? നിന്റെ ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് പറയുന്നത് എന്തും ഞാൻ അപ്പാടെ വിഴുങ്ങുമെന്ന് നീ കരുതിയോ? നിനക്ക് നന്നായി അറിയാം എൻ്റെ സ്ട്രെങ്ത് എൻ്റെ ഫാമിലിയാണെന്ന്. അതുകൊണ്ട് അവരെ കൊല്ലുമെന്നോ സ്നേഹിക്കുമെന്നോ ഉള്ള ഈ ഓലപ്പാമ്പ് എന്നോട് വേണ്ട. ഞാൻ പിന്മാറില്ല. കാരണം നിന്നെ പോലുള്ള പല തന്തയ്ക്കുണ്ടായവനല്ല ഈ ആർദ്രവ്. ഒരാളെ വിളിച്ചിട്ടുള്ളൂ അച്ഛനെന്ന്. എന്നും വെച്ച് നീ എന്നിൽ നിന്ന് മാന്യത അധികമൊന്നും പ്രതീക്ഷിക്കരുത്. എന്താന്നോ, ഈ ആർദ്രവ് മാന്യത കാണിക്കുന്നത് മാന്യന്മാരോടാണ്, അല്ലാതെ നിന്നെ പോലുള്ള തന്തയില്ലാത്തവന്മാരോടല്ല. പിന്നൊരു പ്രധാന കാര്യം, ഇനി നിന്നെ തേടി നിന്റെ പുറകെ ഞാൻ വരില്ല. എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെങ്കിൽ നീ വാ. അതുവരെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്കറിയാം. ആദി പറഞ്ഞതും മറുപുറത്ത് ഏറെ നേരം നിശബ്ദത തളം കെട്ടി. അതിന് വിരാമം ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, നീ ഇത്തിരി മുമ്പേ പറഞ്ഞല്ലോ നിന്റെ തന്തയുടെ കാര്യം. പൊന്നുമോനെ, ഇനി നിമിഷങ്ങൾക്കകം അയാൾ വെറും ഓർമ്മ മാത്രം. ഇനി 10 മിനിറ്റ് ഉണ്ട്. നിന്റെ തന്ത ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് എത്താൻ പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. ശേഷം അവൻ ആദിയുടെ വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു. അവനത് പ്ലേ ചെയ്തതും കണ്ടത് റാമിൻ്റെ കാറിൻ്റെ ബ്രേക്ക് ഒരാൾ അഴിച്ചു വിടുന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ആദി ഫോൺ എടുത്ത് റാമിനെ വിളിച്ചെങ്കിലും റിങ് ചെയ്തതല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതിനുശേഷം റാം വിളിച്ചത് ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായ ദീപനെ ആയിരുന്നു. അയാളിൽ നിന്നും ലഭിച്ച മറുപടി റാം വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി എന്നായിരുന്നു. ഡാഡിയോട് കാറിൽ കയറരുത് എന്ന് പറ. സാർ, അത് പിന്നെ ഡോക്ടർ ഇപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. ഓ ഷിറ്റ്. ആദ്യ വേഗത പൂണ്ട് വേഗം NH റോഡിലേക്ക് പാഞ്ഞു. ഇതേ സമയം റാം സൈലന്റ് മോഡിൽ ഇട്ടിരുന്ന മൊബൈൽ എടുത്ത് പഴയതുപോലെ ആക്കി. അപ്പോഴേക്കും ആദിയുടെ കുറേ മിസ്ഡ് കോൾ അയാൾ കണ്ടു. അവനെ തിരിച്ചു വിളിക്കാനായി പോയതും സീത വിളിച്ചു. ഹലോ സീതമ്മേ. റാം, താൻ എവിടെയാ? ഓൺ ദി വേ ആടി, ഇപ്പം എത്തും. വേഗം വായോ. സീത ഫോൺ കട്ട് ചെയ്ത് വെച്ചതും റാമിൻ്റെ കാറിൻ്റെ നേരെ ഒരു ബൈക്ക് പാഞ്ഞു വന്നു. റാം കാർ ബ്രേക്ക് പിടിക്കാൻ നോക്കിയപ്പോഴേക്കും റാം മനസ്സിലാക്കിയിരുന്നു ബ്രേക്ക് പോയ കാര്യം. അയാളുടെ ചെന്നൈയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകാൻ തുടങ്ങി. റാം കാർ വെട്ടിച്ചു മാറ്റിയതും എതിരെ വന്ന ലോറിയുടെ മേൽ നിയന്ത്രണം വിട്ട് കാർ ഇടിച്ചു. ഒരു ഭീകര ശബ്ദത്തോടെ റാമിൻ്റെ കാർ മലക്കം മറിഞ്ഞു. ആദ്യ റാമിനെ തിരഞ്ഞു വന്നതും റോഡിലൊരു ആൾക്കൂട്ടം കണ്ടു. ഒപ്പം കുറേ പോലീസുകാരും. ആദ്യ ബുള്ളറ്റ് ഒതുക്കി മിടിക്കുന്ന ഹൃദയത്തോടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു. തനിക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാർ കണ്ടതും ആദിയുടെ നെഞ്ചിൽ വെള്ളിടി വിട്ടി. ഡാഡി. ആദ്യ അലറിയതും ചുറ്റും കൂടി നിന്നവർ അവനെ നോക്കി. അവൻ ആ കാറിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. അപ്പോഴേക്കും പോലീസുകാർ അവനെ തടയാനായി നോക്കി. അവരെയെല്ലാം തൻ്റെ നോട്ടം കൊണ്ട് അവൻ നിലയ്ക്ക് നിർത്തി.
പതിയെ കീഴ്മേൽ കിടക്കുന്ന ആ കാറിൻ്റെ ഉള്ളിലേക്ക് അവൻ നോക്കി. അപ്പോഴേക്കും പൊട്ടിയ ചില്ലുകൾക്കിടയിലൂടെ ചോര വാർന്നൊഴുകുന്ന റാമിൻ്റെ മുഖം അവൻ കണ്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി റാമിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും നേരിയ തോതിൽ മാത്രമായിരുന്നു അയാളുടെ ശ്വാസഗതികൾ. പെട്ടെന്ന് തന്നെ ആദി റാമിനെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദിയുടെ കണ്ണുകളിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുകി. അവൻ്റെ ഉള്ളം ക്രോധത്താൽ പുകയുകയായിരുന്നു. റാമിൻ്റെ കൈകൾ അവൻ തൻ്റെ കരങ്ങളിൽ ആവാഹിച്ചു. ശേഷം നിറഞ്ഞ മിഴികളാലെ അയാളുടെ കൈകളിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു. ഹോസ്പിറ്റലിലെത്തിയതും അവർ നേരെ അയാളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. കുറച്ചു നേരം കഴിഞ്ഞതും ദീപൻ ഡോക്ടർ പുറത്തേക്ക് വന്നു. ആദി, ഡോക്ടർക്ക് വേണ്ട O- ബ്ലഡ് വേഗം അറേഞ്ച് ചെയ്യൂ, അത്യാവശ്യമാണ്. ആദിയുടെ ശരീരം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സ് മുഴുവൻ റാമിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഹർഷൻ വന്നത്. ആദി, എന്താടാ, എന്തു പറ്റി? അങ്കിൾ എവിടെ? ആദി വിരലുകൾ ഓപ്പറേഷൻ തിയേറ്ററിന് നേരെ ചൂണ്ടി. ഡാ, നീയൊന്ന് ടെൻഷൻ ആകാതെ ഇരിക്കുക, എല്ലാം ഓക്കെ ആകും. ഹർഷൻ ആദിയെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. പിന്നെ എല്ലാം നോക്കിയത് ഹർഷനായിരുന്നു. അല്പം കഴിഞ്ഞതും സീത ആദിയെ വിളിച്ചു. ആദി, റാം ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ ആദ്യം വിളിച്ചപ്പോൾ വീട്ടിലെത്താറായി എന്നാ പറഞ്ഞത്. എന്നാ ഇപ്പോ? സീതയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവർ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന്. മമ്മ ഡാഡിയുടെ ഹോസ്പിറ്റലിൽ വാ. ഞങ്ങൾ വരാൻ കുറച്ച് താമസിക്കും. ടെൻഷനൊന്നും ആകണ്ട, ഡാഡി ചെറുതായിട്ടൊന്ന് വീണു. മറുപുറത്ത് നിശബ്ദത തളം കെട്ടി. സീത ഒരു മൂളൽ മാത്രം നൽകി ഫോൺ കട്ട് ചെയ്തു. മിനിറ്റുകൾ മണിക്കൂറിലേക്ക് വഴിമാറി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ തുറന്നു. ദീപൻ പുറത്തേക്കിറങ്ങി. ആദി പെട്ടെന്ന് തന്നെ അവനെ നോക്കി. ദീപൻ, ഡാഡി കുഴപ്പമൊന്നുമില്ലല്ലോ? ദീപൻ ആദിയുടെ തോളിൽ തട്ടി. സാർ, ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും സീത അവിടേക്ക് എത്തിയിരുന്നു. മോനെ, റാം എവിടെ? ആദ്യമൊന്നും മിണ്ടാതെ നിന്നു. സീത വീണ്ടും അവനോട് ചോദിച്ചു, എവിടെ റാം? പറയടാ. അപ്പോഴേക്കും ഹർഷ അവിടേക്കെത്തി. ആൻറ്റി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സർജറി വേണ്ടി വന്നു. ഇപ്പോൾ സെഡേഷൻ്റെ മയക്കത്തിലാണ്. സീത അവിടെയുള്ള ചെയറിലിരുന്നു. അവളുടെ മനസ്സ് വർഷങ്ങൾ പിറകിലേക്ക് സഞ്ചരിച്ചു. റാമിൻ്റെ മേൽ അന്ന് അഖിൽ കുത്തിയതും ദാദിയമ്മ പറഞ്ഞിട്ട് പോലും റാമിനെ കാണാൻ പോകാത്തതും ഒക്കെ അവളിൽ ഒരു നിമിഷം മിന്നിമാഞ്ഞു. പതിയെ സീത കണ്ണുകൾ അടച്ചു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേന്നൊക്കെയും അറിഞ്ഞുകൊണ്ട് വൈശാലി അവിടെ എത്തി. സീതയ്ക്ക് അതൊരു ആശ്വാസമായിരുന്നു. പെട്ടെന്ന് ഐസിൻ്റെ വാതിൽ തുറന്നൊരു നേഴ്സ് പുറത്തിറങ്ങി വന്നു. ആരാ സീത? പേഷ്യൻ്റ് തിരക്കുന്നുണ്ട്. സീത ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഞാനാ? എങ്കിൽ വരൂ മാഡം, ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അവരുടെ പിന്നാലെ സീത നടന്നു. വസ്ത്രം മാറി അവൾ റാമിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരുപാട് യന്ത്രങ്ങളുടെ സഹായത്തോടെ റാം ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സീത അവൻ്റെ അടുത്തിരുന്നു. ഒരു നിമിഷം പഴയ സീതയും റാമുമായി രണ്ടാളും മാറി. അവൾ അവൻ്റെ മാറിൽ തല ചായച്ചു. എനിക്കറിയാമായിരുന്നു, ആദ്യ പോലും തളർന്നു പോകണമെങ്കിൽ അതിന് കാരണം എൻ്റെ റാമിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്ന്. എന്നിട്ടും ഞാൻ തളർന്നു പോകാത്തത് എന്താണെന്നോ? ദിവസവും ഞാൻ വിളിക്കുന്ന ഈശ്വരനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മരണം അതീ മാറിൽ ചേർന്നായിരിക്കണം. എന്നിലെ അവസാന ശ്വാസം നീട്ടി വലിച്ചുകൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ നിന്റെ ചുടുചുംബനം എൻ്റെ മൂർത്താവിൽ പതിയണം. ആദ്യമായി നീ എടുത്തതുപോലെ എന്നെ നീ തന്നെ ചിതയിൽ വെക്കണം. ആ നിമിഷം മണിയറയിൽ കടക്കുന്ന പുതുപ്പെണ്ണിൻ്റെ നാണമാകും എൻ്റെ മുഖത്ത്. നമ്മുടേത് മാത്രമായുള്ള നിമിഷങ്ങളിൽ നിന്നോട് ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ നേടിയെടുത്ത വാക്കാണിത്. എൻ്റെ രാക്ഷസൻ വാക്കിന് വിലയുള്ളവനാണ്. ഈ ജാനകിക്ക് അവൻ തന്ന വാക്ക് ഒരിക്കലും തെറ്റിച്ച് ഞാൻ കണ്ടിട്ടില്ല. നേർത്ത ചിരിയാലെ റാമിൻ്റെ കൈകൾ സീതയുടെ തലയിൽ തലോടി. സീതയുടെ കണ്ണുനീർ അവനിലേക്ക് അടർന്നു വീണു. ആദിയേട്ടാ. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആദിയുടെ പുറത്ത് കൈ വെച്ചുകൊണ്ട് വൈശാലി വിളിച്ചു. അപ്പയ്ക്കെന്താ പറ്റിയത്? നിനക്ക് നേരെ വന്ന വാണിംഗ് അതൊരു തമാശയായിട്ടായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ അതങ്ങനെയല്ല വൈശു. സൂക്ഷിക്കണം നീ. പേടിയോടെ നിന്നിട്ട് കാര്യമില്ല. നിനക്കൊപ്പം ഞാനും കാണും. എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടണം. അവൾ അവൻ്റെ കൈകളിൽ കൈ ചേർത്തു. മരണം വരെ ഞാൻ കാണും എൻ്റെ ആദിയേട്ടനൊപ്പം.